ഈ കഴിഞ്ഞ ദിവസം KT ജലീൽ ന്യൂസ് 18നോട് പങ്കുവച്ച ഒരു അനുഭവം, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, അയോധ്യ വിഷയം കേരളത്തിൽ ചർച്ചയാക്കിയാൽ അത് BJPക്ക് തിരിച്ചടിയാകുമെന്നാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ ശരിയാണോ? ആര് ചർച്ചയാക്കിയാല് അയോധ്യ വിഷയത്തിൽ വോട്ട് കിട്ടില്ല, അതായത് BJPക്ക്. ജലീലിലാണോ വോട്ട്? ഇത് ഞാനൊരു കാര്യം പറയട്ടെ, അയോധ്യ ഒരു തർക്ക വിഷയമേ അല്ല. ഇന്ന് കോടതികളാണ് ഇതിന് പരിഹാരങ്ങൾ. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രവും പള്ളിയും ഉയരുന്നു. പിന്നെ ഇത് സർക്കാർ ഉണ്ടാക്കിയ പള്ളി അമ്പലമല്ല, അയോധ്യയിലെ ട്രസ്റ്റാണ്. 1 രൂപയുടെ ചെലവ് സർക്കാരിനില്ല. അപ്പം അതിന്റെ യജമാനനായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവർ തീരുമാനിച്ചു. കാരണം അയോധ്യയിൽ ഉയരുന്ന ഭവ്യമായിട്ടുള്ള ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ യജമാന സ്ഥാനത്തിരിക്കാൻ ഇന്ന് പ്രധാനമന്ത്രിയോളം യോഗ്യനായിട്ടുള്ള വേറെ ആരുമില്ല. ചരിത്രം ഇതിനു മുമ്പ് പരിശോധിച്ചാൽ സോമനാഥ ക്ഷേത്രം ഇതുപോലെ കൊള്ളയടിക്കപ്പെട്ടൊരു ക്ഷേത്രം ഗുജറാത്തിൽ. ആ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കുമ്പോൾ നെഹ്റുവിനെ ഇതിനുവേണ്ടി ക്ഷണിച്ചതാണ്. നെഹ്റു പോയില്ല, പക്ഷെ രാഷ്ട്രപതി പോയി. അപ്പൊ അത് ഗവൺമെന്റാണ് അത് ചെയ്തത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ ഒരു ട്രസ്റ്റ് ഹിന്ദു സമാജത്തിന്റെ ആകെ പിന്തുണയുമായി ലോകം മുഴുവനുള്ള ആൾക്കാരുടെ സഹായത്തോടുകൂടി ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയെ വിളിച്ചു, സോണിയാഗാന്ധിയെ വിളിച്ചു, മല്ലികാർജുൻ ഖർഗെയെ വിളിച്ചു, സീതാറാം യെച്ചൂരിയെ വിളിച്ചു. എല്ലാവരെയും വിളിച്ചൊരു കാര്യമാണ്, മോദിയെ മാത്രമല്ല. പക്ഷെ അവിടെയും വിമർശനത്തിന് ഒരു കാരണമായിട്ടുള്ളത് രാഷ്ട്രപതിയുടെ അഭാവമാണ്. അല്ല, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഇത്തരം പൊതുപരിപാടികളിൽ ഒരുമിച്ച് സാധാരണ പങ്കെടുക്കാറില്ല. ആദ്യം രാഷ്ട്രപതി പങ്കെടുത്തത് അന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കാത്തത് കൊണ്ടാണ്. ഞാൻ അതിലേക്ക് അതിന്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കണം, ശശി തരൂരിന്റെ ഇതിലെ നിലപാട് എങ്ങനെ കാണുന്നു? ശശി തരൂരിനെ പോലെ ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് സമീപനം എടുക്കുന്ന ഒരാൾ വേറെയില്ല. ശശി തരൂർ ആദ്യം രാമനെ അനുകൂലിച്ച് പറഞ്ഞു. കാര്യങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇനി പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോയപ്പോഴും ഉടനെ തിരിച്ചു പറഞ്ഞു. രാവിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെതിരെ പറഞ്ഞു. വൈകുന്നേരം ആകുമ്പോഴേക്കും പുള്ളിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ ഉടനെ ട്വീറ്റ് മാറ്റി പറഞ്ഞു. ശശി തരൂർ തിരുവനന്തപുരത്തല്ല മത്സരിക്കുന്നത്. അതുകൊണ്ട് ശശി തരൂരിന് അദ്ദേഹത്തിന്റെ നിലപാട്, അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും.